ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. ഈന്തപ്പഴം കൊണ്ടുള്ള ഒരു കേക്ക്. നല്ല സോഫ്റ്റാണ്, കണ്ടോ? കണ്ടിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, അത് മുറിക്കുന്നത് കണ്ടോ, കാണുമ്പോൾ നമുക്കറിയാം. അതുപോലെ ടേസ്റ്റിയാണ്, സോഫ്റ്റുമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം. ഒരു 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. ഒരു 2 ഏലക്ക ഇട്ട് കൊടുക്കാം. കഴുകി ഉണങ്ങിയ ഏലക്ക കേട്ടോ. ഒരു ചെറിയ കഷ്ണം പട്ട കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 300 ഗ്രാം ഈന്തപ്പഴമാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി ഒരു 1/2 കപ്പ് പഞ്ചസാര നമുക്കൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഇച്ചിരി കുറച്ച് വെച്ചിട്ട് വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതങ്ങ് വാങ്ങിപ്പോവും, കരിഞ്ഞു പിടിക്കും. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിക്കും. തിളച്ച വെള്ളമാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. ഒരു പതഞ്ഞ് വരുന്ന സമയത്ത് വേണം നമുക്കിത്, പത പോലെ വരും, അപ്പം വേണം നമുക്കിത് വെള്ളം ഒഴിക്കാൻ. ചെറിയ തീയിൽ തന്നെ വേണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതങ്ങ് തിളച്ച് മിതകത്ത് വരും. അതിലേക്ക് നമുക്ക് ആ ഈന്തപ്പഴം കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇത്രയും മതി. ഇനി ഒരു 3 മുട്ട നമുക്ക് അടച്ചെടുക്കാം. ഇത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഒരു വിസ്കോ എന്തെങ്കിലും വെച്ച് നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ആ പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും മതി. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ബീറ്റിക്കാം. ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലൂടെ ചേർക്കാം. ഇങ്ങോട്ട് എന്നിട്ട് ബീറ്റ് ചെയ്യണം. 1/2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നമുക്കിതൊരു അരിപ്പയിൽ കൂടി ഒന്ന് അരിച്ച് നമ്മുടെ ബാറ്ററിലേക്ക് ചേർക്കാം. നമുക്കൊന്ന് ചെറുതായിട്ടിങ്ങനെ വളരെ സോഫ്റ്റായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ആ ഈന്തപ്പഴം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈന്തപ്പഴത്തിന് മധുരം ഉള്ളത് കൊണ്ടാണ് നമ്മൾ 3/4 കപ്പ് പഞ്ചസാര എടുത്തത്. ഇത് നല്ല മധുരമുണ്ട്. എന്നാലും ഇനി മധുരം കുറച്ചുകൂടെ കുറവ് മതിയെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ കൂടെ കുറച്ച് പഞ്ചസാര ചേർത്താൽ മതി. മിക്സ് ചെയ്യുക. ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് ഗ്ലാസ്സുള്ള ലിഡ് ആകുമ്പോഴത്തേന് നമുക്കിത് വെന്ത് കഴിയുമ്പോൾ പെട്ടെന്ന് അറിയാൻ പറ്റും. ഇനി അതുപോലെ തന്നെ ഒരു ബേക്കിംഗ് ടിന്ന് ബട്ടർ പേപ്പറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം.
എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊക്കോട്ടത്. നമുക്കിനി കുറച്ച് കാഷ്യൂ നട്ട് ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പാത്രത്തിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. ആദ്യം ഒരു 5 മിനിറ്റ് ഫുൾ ഫ്ലെയിം വെക്കുക. അതിന് ശേഷം സിമ്മേലിടുക. ഇത് 1 മണിക്കൂർ മിച്ചം എടുത്തു കേട്ടോ. ഞാൻ വളരെ തീ കുറച്ചാണ് വെച്ചിരുന്നത്. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്, ബേക്കായി നല്ലതുപോലെ. ആറിയതിന് ശേഷം നമുക്ക് ഈ ബട്ടർ പേപ്പർ മാറ്റാം. ഇത് ബാക്കിയൊക്കെ നോക്കി അല്പം പോലും കരിയുവായിട്ടൊന്നും ചെയ്തിട്ടില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡേറ്റ്സ് കേക്കാണ്, നല്ല ടേസ്റ്റുമാണ്.